പ്രസിദ്ധമായിട്ടുള്ള ഷൂട്ടിംഗ് പോയിൻ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഗംഭീരമായൊരു കാഴ്ചയാണ്. 1827 വരെ ഈ ഊട്ടി എന്ന പ്രദേശം മലഞ്ചെരുവുകളിലെ വീടുകൾ, അതിനോട് ചേർന്ന് കിടക്കുന്ന കാരറ്റ് തോട്ടങ്ങൾ, ഈ മരങ്ങൾക്ക് ഒരു വല്ലാത്ത ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. മേട്ടുപ്പാളയത്ത് നിന്ന് ടോയ്സ് ട്രെയിന് കയറി ഊട്ടിയിലെത്തിയതാണ്. ഇപ്പോൾ ഊട്ടി ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇനി ഞാൻ നേരെ ഗൂഡല്ലൂർക്കാണ് പോകുന്നത്. നാട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 1:30 അപ്പോൾ ഊട്ടി തൊട്ട് ഗൂഡല്ലൂർ വരെയുള്ള ബസ്സിൽ പോകുമ്പോൾ കിട്ടുന്ന കാഴ്ചകൾ ഞാൻ എടുക്കുകയാണ്. അതാണ് ഈ വീഡിയോയായിട്ട് ഇടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മളങ്ങനെ ഗൂഡല്ലൂർ എന്ന 50 കിലോമീറ്റർ അകലെയുള്ള പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ബസ് സ്റ്റാൻഡ് അങ്ങനെ ഇറങ്ങി. ബസ് സ്റ്റാൻഡ് ഇറങ്ങിയപ്പോൾ ഊട്ടി പട്ടണത്തിൻ്റെ കാഴ്ചകളാണ്. ആ കാണുന്നതൊരു ലോക്കൽ ബസ് സർവീസാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടിയാണ്. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പോൾ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, പഴമ ചോരാതെ തന്നെ. റെയിൽവേ സ്റ്റേഷനും പിന്നിട്ട് നമ്മൾ ഗൂഡല്ലൂർ പാതയിലേക്ക്, മൈസൂർ ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്ക്, കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഊട്ടിയുടെ പട്ടണ ഭാഗങ്ങളാണ്. ഊട്ടിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഹോട്ടൽ സൗകര്യങ്ങളാണ്, അല്ലെ ലോഡ്ജിങ് സൗകര്യങ്ങളാണ്. ഞാൻ വന്ന മാസം എന്ന് പറയുന്നത് ജനുവരി മാസമാണ്. ജനുവരി മാസത്തിൽ ഊട്ടിയിലെ സീസൺ ആരംഭിക്കുന്നതേ ഉള്ളൂ. മാർച്ച്, ഏപ്രിൽ ആ മാസങ്ങളിലാണ്, മെയ് മാസങ്ങളിലൊക്കെയാണ് ഊട്ടിയുടെ പ്രധാനപ്പെട്ട സീസൺ. ഊട്ടിയുടെ നഗരഹൃദയങ്ങളിൽ നിന്ന് വിട്ട് പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഗൂഡല്ലൂർ പാതയിലൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ ഗൂഡല്ലൂർ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകാവുന്നതാണ്. ഇനി ഗൂഡല്ലൂരേക്ക് പോകുമ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള പൈൻമര കാടുകളുടെ കാഴ്ചകളിലൂടെയാണ്, അതുപോലെ നിരവധി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലൂടെ. ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന എത്രയോ കാലങ്ങൾ പഴക്കമുള്ള പൈൻമരങ്ങൾ, അതിൻ്റെ തോട്ടങ്ങൾ എത്ര മനോഹരമായ കാഴ്ചയാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് എത്ര തവണ ഊട്ടിയിൽ വന്നാലും ആളുകൾ പിന്നെയും പിന്നെയും ഈ ഊട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. മലയുടെ രാജ്ഞി എന്നാണ് ഊട്ടീനെ അറിയപ്പെടുന്നത്. ക്വീൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് ബ്രിട്ടീഷുകാർ ഈ ഊട്ടിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരു ചെറിയ ടൗണിലേക്ക് എത്തി. ഈ ടൗണിൽ നിന്നാണ് തിരിഞ്ഞു പോകുമ്പോഴാണ് മനസ്സുകുടിയിലേക്കൊക്കെ ആ പച്ച ബോർഡ് വെച്ച വഴിയിലൂടെയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അതിഗംഭീരമായ കാഴ്ചകളാണ്, സുന്ദരമായ കാഴ്ചകളാണ്. ഊട്ടി ഒരിക്കലും വിസ്മരിക്കാൻ ആവാത്ത മനോഹര കാഴ്ചകൾ എപ്പോഴും നൽകുന്ന ഒരു സുന്ദര സ്ഥലമാണ്. ഗൂഡല്ലൂരേക്ക് ഏകദേശം 15 കിലോമീറ്ററോളം നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തു കഴിഞ്ഞു. വീണ്ടും പൈൻമര തോട്ടങ്ങളുടെ സുന്ദരമായ കാഴ്ച, ചെറുതടാകങ്ങൾ എല്ലാം ഊട്ടിയെ വളരെ സുന്ദരിയാക്കുന്നു. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള ഷൂട്ടിംഗ് പോയിൻ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഗംഭീരമായൊരു കാഴ്ചയാണ്. സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇപ്പോൾ ഇവിടെയില്ല. എത്രയോ സിനിമകളുടെ ചിത്രീകരണം നടന്ന ഒരു പ്രദേശമാണിത്. സുന്ദരമായ, എത്ര കണ്ടാലും മതി വരാത്ത ഊട്ടിയിലെ ഒരു സ്ഥലമാണിത്. ഊട്ടിയിൽ നിന്നും ഗൂഡല്ലൂർക്ക് പോകുന്ന മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ റോഡാണ് ഈ ഭാഗത്തേക്ക്. വളരെ ഗംഭീരമായ കാഴ്ച. ഇത് പൈക്കര എന്ന് പറയുന്ന ഡാമിനടുത്തേക്കാണ് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത്.
ഊട്ടിയിൽ നിന്ന് വിട്ട് ഗൂഡല്ലൂർ റൂട്ടിൽ ഇതൊരു പ്രത്യേക കാഴ്ചയുള്ള സ്ഥലമാണ്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി ഇപ്പോൾ ഇത് ഈ ഡാമും ഈ ഡാമിൻ്റെ പരിസരങ്ങളുമൊക്കെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ധാരാളം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഗൂഡല്ലൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ റോഡിൻ്റെ കാഴ്ചകൾ, പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ചകൾ, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള കൃഷിയുടെ ഗംഭീരമായ കാഴ്ചകളാണ്. 1827 വരെ ഈ ഊട്ടി എന്ന പ്രദേശം, ഈ ഗൂഡല്ലൂരിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രദേശമൊക്കെ കൊടും കാടായി കിടന്നിരുന്ന പ്രദേശമാണ്. 1827 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആദ്യമായി ഇങ്ങോട്ടൊരു പാത വെട്ടിത്തെളിക്കുന്നത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് പിന്നെ ഊട്ടി എന്ന അതിസുന്ദരമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുകയായി. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഉഷ്ണമുള്ള സ്ഥലത്തു നിന്നും ആ സമയത്ത് സുന്ദരമായ താമസത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ മെയിൻ ഉദ്യോഗസ്ഥന്മാർ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഊട്ടി. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഊട്ടി ലോകപ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളരുന്ന കാഴ്ചയാണ്. അതിഗംഭീരമായ തടാകങ്ങൾ ഊട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ ഈ തടാകങ്ങൾ സഹായിക്കുന്നുണ്ട്. ഗംഭീരമായ ഒരു തടാകത്തിൻ്റെ കാഴ്ച. നമ്മളിപ്പോൾ ഏകദേശം ഊട്ടിയിൽ നിന്ന് 30 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. സുന്ദരമായ കാഴ്ചകൾ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഊട്ടി സീസണെങ്കിലും വർഷത്തിലെ ഏത് സമയത്ത് വന്നാലും ഊട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഗംഭീരമായ ഇതുപോലുള്ള കാഴ്ചകൾ എല്ലാ സമയത്തും നല്ല ഭംഗിയായി കാണാൻ കഴിയും എന്നുള്ളതാണ്. മഴയുള്ള സമയങ്ങളിൽ വന്നാൽ നല്ല കോട പുതച്ച് കിടക്കുന്ന ഊട്ടിയെയും അതുപോലെ ഈ ഗൂഡല്ലൂർ പാതയെയും ഒക്കെ നമുക്ക് കാണാം. ഇതുപോലെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിനെ കുളിർമയേകും. അതിസുന്ദരമായ മലഞ്ചെരുവുകളിലെ വീടുകൾ, അതിനോട് ചേർന്ന് കിടക്കുന്ന ക്യാരറ്റ് തോട്ടങ്ങൾ, ബീട്രൂട്ട് തോട്ടങ്ങൾ, അതുപോലെ കാബേജ് തോട്ടങ്ങൾ എല്ലാം സുന്ദരമാണ്. ഇവിടെ ഒരു ചെറിയ ടൗണുണ്ട്. ആ ടൗണിൽ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര ഗൂഡല്ലൂരേക്ക് തുടരുന്നത്. ഇനി ഗൂഡല്ലൂർക്ക് ഏകദേശം 10 കിലോമീറ്റർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. വീണ്ടും ഈ യാത്രയിലുടനീളം തന്നെ ഇനി തേയിലത്തോട്ടങ്ങളും അതുപോലെ പൈൻ മരത്തോട്ടങ്ങളും സിൽവർ റോക്ക് മരങ്ങളുടെയൊക്കെ കാഴ്ചകളാണ് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നത്. ഗംഭീരമായ റോഡുകൾ, ടൂറിസ്റ്റ് കേന്ദ്രത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ ഗൂഡല്ലൂർ ഊട്ടി പാതയൊക്കെ സർക്കാർ നന്നായി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. താഴോട്ട് നോക്കുമ്പോൾ അതിഗംഭീരമായ കാഴ്ചയാണ്. വൻ കൊക്കകളുടെ സമീപത്തു കൂടിയാണ് നമ്മുടെ ബസ് കടന്നു പോകുന്നത്. വളരെ കാലം മുമ്പൊക്കെ ഈ പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത സമയത്ത് റോഡൊക്കെ വല്ലാതെ ഇടുങ്ങിയ റോഡുകളായിരുന്നു. എന്നാൽ ഇന്ന് നല്ല രീതിയിൽ റോഡുകൾക്കെല്ലാം വീതി കൂട്ടി സുന്ദരമാക്കിയിരിക്കുന്നു. ഡ്രൈവിങ് വളരെ സുന്ദരമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നു. അതുപോലെ ഇപ്പോൾ മനോഹരമായ യൂക്കാലിപ്സ് മരങ്ങളുടെ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഈ മരങ്ങൾക്ക് ഒരു വല്ലാത്ത ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ. ചൂലിലെ ഈർക്കിലികൾ അകത്തി കുത്തിവെച്ചതുപോലുള്ള അതിസുന്ദരമായ കാഴ്ച. എത്രയോ തവണ ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും സുന്ദരമായി തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെയായി ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ, ലഘുഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ, വളഞ്ഞ് പുളഞ്ഞു നീങ്ങുന്ന സുന്ദരമായ ഈ മരക്കൂട്ടത്തിനിടയിലൂടെയുള്ള പാത, അതൊരു ഗംഭീരമായ ഫീലാണ് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ. 2 വീലറുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിഗംഭീരമായ ഒരു അനുഭവം തന്നെയായിരിക്കും നമ്മളെ കാത്തിരിക്കുക.
ഇപ്പോൾ ഗൂഡല്ലൂർ അടുക്കാനായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തേയിലത്തോട്ടങ്ങളുടെ അതിഗംഭീരമായ കാഴ്ച. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ സിൽവർ റോക്ക് മരങ്ങൾ നിൽക്കുന്ന കാഴ്ച. ഗൂഡല്ലൂർ ഒരു തമിഴ് നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. വളഞ്ഞ് പുളഞ്ഞു നീങ്ങുന്ന പാതകൾ ഒരു ഗംഭീരമായ കാഴ്ച തന്നെയാണ്. ഈ ഗൂഡല്ലൂർ പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശ്രീലങ്കൻ അഭയാർത്ഥികളായിട്ടുള്ള തമിഴരെ താമസിപ്പിച്ച സ്ഥലമാണ്. പണ്ട് ശ്രീലങ്ക കലാപകലുഷിതമായിരുന്ന കാലത്ത് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത അവിടുത്തെ തമിഴ് വംശരെ കൂട്ടത്തോടെ പുനരധിവസിപ്പിച്ച ഒരു സ്ഥലമാണ് ഗൂഡല്ലൂർ. ഗൂഡല്ലൂരിലെ ഈ തേയിലത്തോട്ടങ്ങളിലാണ് അവരുടെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ജീവിക്കുന്നത്. അവർ ലായങ്ങളിലും മറ്റുമൊക്കെയായി ഈ പ്രദേശത്ത്, ഗൂഡല്ലൂർ പ്രദേശത്ത് നിരവധിയായി ജീവിക്കുന്നു. അങ്ങനെ ഗൂഡല്ലൂർ എന്ന പട്ടണത്തിലേക്ക്, കേരളത്തിന് സമീപത്തുള്ള പട്ടണത്തിലേക്ക് ഏതാണ്ട് നമ്മൾ എത്തുകയാണ്. ഗൂഡല്ലൂർ പട്ടണത്തിൻ്റെ വിദൂരമായ കാഴ്ചകൾ. ഈ വളവങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗൂഡല്ലൂർ എന്ന പട്ടണത്തിലേക്ക് നമ്മൾ എത്തുകയായി. ഒരുമാതിരി ഭേദപ്പെട്ട ഒരു പട്ടണമാണ് ഗൂഡല്ലൂർ. മൈസൂർക്കും അതുപോലെ തന്നെ കോഴിക്കോടിനും കണ്ണൂർക്കും സുൽത്താൻ ബത്തേരിക്കും ഒക്കെ ഇവിടുന്നാണ് തിരിഞ്ഞു പോകേണ്ടത്. കോഴിക്കോടിന് തിരിഞ്ഞു പോകേണ്ട ബോർഡ് ഇവിടെ നമുക്ക് കാണാം. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇടത്തേക്ക് തിരിയുന്ന വഴിയിലൂടെ പോകുമ്പോഴാണ് സുൽത്താൻ ബത്തേരി, കണ്ണൂർ, ആ വഴിയും കോഴിക്കോട് പോകാം. അങ്ങനെ ഇതൊക്കെയാണ് ഗൂഡല്ലൂർ എന്ന പട്ടണത്തിൻ്റെ കാഴ്ചകൾ. ഈ വഴി കണ്ണൂർ പോകുന്ന വഴിയാണ്. അതും കഴിഞ്ഞ് അല്പം മുമ്പോട്ട് പോകുമ്പോൾ ഇതാ ഗൂഡല്ലൂർ എന്ന ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞു. ഒരു ചെറിയ ബസ് സ്റ്റാൻഡ്. ഈ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. ഊട്ടിയിൽ നിന്നും 1.25 മണിക്കൂർ എടുത്തു ഗൂഡല്ലൂരെത്താൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.